ദൈവ സാന്നിധ്യം ആഗ്രഹിക്കാത്ത ഒരു ക്രിസ്തു വിശ്വാസിയും ഉണ്ടാകുകയില്ല. നാം അത് ആഗ്രഹിക്കുക മാത്രമല്ല, അത് അനുഭവിക്കുന്നവരുമാണ്. നമുക്ക് ദാവീദിനോട് ചോദിക്കാം, ദാവീദേ, ദൈവ സാന്നിധ്യം നിനക്ക് എത്രമാത്രം? ദാവീദ് പറയും, ദൈവ സാന്നിധ്യം എനിക്ക് എല്ലാമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഭവനത്തിൽ ഒരു സ്ഥിര താമസക്കാരനായി സ്വയം ചിത്രീകരിച്ചുകൊണ്ട് ദാവീദ് പറയുന്നു, 23 സങ്കീർത്തനം 6 നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. I will dwell in the house of the Lord forever. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവത്തിൻ്റെ നിരന്തരമായ നന്മയും സ്നേഹവും കരുതലും പരിപാലനവും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ സാന്നിധ്യത്തെ അഗാധമായി കൊതിക്കുന്ന ദാവീദ്. ഇത് പലർക്കും ദൈവത്തിൻ്റെ നന്മ മാത്രം മതി, അതുകൊണ്ട് നന്മയുടെ പുറകെ പോകുന്നു. എന്നാൽ ദാവീദ് പറയുന്നു, നാം ആരും നന്മയുടെ പുറകെ പോകേണ്ടതില്ല, പകരം നന്മ നമ്മെ പിന്തുടരുമെന്നാണ്. എപ്പോൾ? യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുവാനായി തീരുമാനമെടുക്കുമ്പോൾ. ദൈവത്തെയും അവിടുത്തെ സാന്നിധ്യത്തെയും ഇഷ്ടപ്പെടാതെ ദൈവത്തിൻ്റെ നന്മ ഇഷ്ടപ്പെടുന്നത് അനുയോജ്യമല്ല. നമ്മുടെ മുമ്പിലുള്ള സൃഷ്ടായുസ് ദൈവത്തോടൊപ്പം വസിക്കുവാനായി നാം തിരഞ്ഞെടുക്കുമ്പോൾ മരണത്തിനും അപ്പുറത്ത് ഒരിക്കലും അവസാനിക്കാത്തതായ ഒരു കൂട്ടായ്മയിലേക്കാണ് നാം കാൽ വെച്ച് കയറുന്നത്. ഇവിടെ ദാവീദ് ഉപയോഗിച്ചിരിക്കുന്ന വസിക്കുക എന്ന പദത്തിന് ടു ഇൻഹാബിറ്റ് ഓർ ലീവ്, ഒരു സ്ഥിരതാമസക്കാരനായി ജീവിക്കുക എന്നാണ് അർത്ഥം. ഈ ലോകത്തിൽ നാം താൽക്കാലികരാണ്. നമുക്കുള്ളത് താൽക്കാലിക വാസവുമാണ്. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും വാഞ്ച എന്നത് ദൈവത്തിൻ്റെ ആലയത്തിൽ ദീർഘകാലം സ്ഥിരതാമസക്കാരായി ജീവിക്കുക എന്നതത്രേ. ഈ വാഞ്ചയുണ്ടായിരുന്ന മറ്റു ചില ഭക്തന്മാരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. കോരഹുപുത്രന്മാർ പറയുന്നു, 42 സങ്കീർത്തനം 1-2 മാൻനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? കോരഹപുത്രന്മാർ വീണ്ടും അവരുടെ വാഞ്ച അറിയിക്കുന്ന 84 സങ്കീർത്തനം 1-4 സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരികിലൊരു വീടും മീവൽപക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. തീർന്നില്ല. ദാവീദ് വീണ്ടും തൻ്റെ വാഞ്ച പറയുന്നു. 27 സങ്കീർത്തനം 4 ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. 23 സങ്കീർത്തനം പ്രസംഗിക്കവേ ചാൾസ് സ്പർജൻ പറഞ്ഞു, ഞാൻ എവിടെയായിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോടൊപ്പം ഒരു കുട്ടിയായിരിക്കും. ലോകം മുഴുവൻ എനിക്ക് അവൻ്റെ ഭവനമായിരിക്കും. ഞാൻ ഉയരത്തിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകെട്ട് മാറ്റില്ല, വീട് പോലും മാറ്റില്ല. ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഭവനത്തിൽ ദീർഘകാലം വസിക്കുവാൻ മാത്രമേ പോകൂ. ഡിയർ ഫ്രണ്ട്സ്, ഇഹലോകത്തിലും പരലോകത്തിലും നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം വാഞ്ചിക്കാം. നമുക്കും ഇന്ന് ഉറപ്പോടെ പറയാം, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.